ചെറിയഴീക്കൽ വടക്കേനട ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ തോറ്റമ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ആധുനിക കാലഘട്ടം ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന ബഹുമാന്യനായ പ്രസിഡന്റും ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷനുമായ ശശിയേട്ടൻ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം എന്നതിനേക്കാൾ മാനവിക സൗഹാർദ്ദ സമ്മേളനം എന്ന് ഇതിനെ വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഒരുപക്ഷെ ഈ വേദിയിൽ ഏറ്റവും സന്തോഷിച്ച ഒരാൾ ഞാനായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മതസൗഹാർദ്ദ സമ്മേളനം എന്നതിനേക്കാൾ ഉപരി മാനവിക സൗഹാർദ്ദ സമ്മേളനം എന്നതാണ് നമ്മുടെ സമ്മേളനങ്ങൾക്കെല്ലാം വ്യത്യസ്ത മത സമൂഹങ്ങൾ പങ്കെടുക്കുന്നതിന് പേര് കൊടുക്കേണ്ടത്, ടൈറ്റിൽ കൊടുക്കേണ്ടത് എന്ന് വാദിച്ചിട്ടുള്ള ഒരാളാണ്. സാധാരണയായി ബഹുമാന്യനായ സ്വാമിജി, അമൃതാനന്ദമയി മഠത്തിലെ ബഹുമാന്യനായ സ്വാമിജി ശ്രീനാരായണ ഗുരു ആലുവ കടപ്പുറത്ത് എഴുതി വെച്ച മനോഹരമായ ഒരാശയത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന മഹത്തായ ഒരു വാക്ക്. നരകത്തിലെത്തിപ്പെടാൻ ഒന്നാമത്തെ കാരണം ശിർക്കാണ്. ഈ കാര്യം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ശിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം. പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും. ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും. അപ്പൊ കച്ചവടമല്ലേ, ബിസിനസ്സുകാരല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോണ്ടേ. ക്ഷേത്ര ഉത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. നീ ശിർക്കിലാണ്. നീ മനസ്സിലാക്കിക്കോ, നീ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. കൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല. വളരെ ഗൗരവമായി പറയണം, അല്ലേ? ഞങ്ങൾ കള്ളുഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, കള്ളുഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുവോ? അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്? അല്ലേ അല്ലേ അല്ലേ? പക്ഷേ കള്ള് ഷാപ്പ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. വിഗ്രഹ പൂജക്കാന്ന് പറഞ്ഞാലോ ഒന്നുമില്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഷിർക്കിന്റെ സ്ഥാനം ഏറ്റവും താഴെ, ചെറിയ തിന്മ ഏറ്റവും മേലെ. ഒരു മുസ്ലിയാര് പള്ളിയിൽ നിന്ന് കള്ളുടിച്ചു എന്ന് കേട്ടാൽ എന്നേക്കുമായി അയാൾ ഒഴിവാക്കും. ഒരു മുസ്ലിയാര് മൊയ്തീശേനെ വിളിച്ചു എന്ന് കേട്ടാൽ അയാൾ എന്നേക്കുമായി പള്ളിയിൽ നിലനിർത്തും. ഇതെന്ത് ദീനാത്? ഏതാ ഈ ദീന്? ഏതാ ദീന്? അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഷിർക്ക് മുസ്ലിയാര് ചെയ്തു എന്നാൽ ഒരു പ്രശ്നമില്ല, അല്ലേ? അതിന്റെ താഴെയുള്ള ഒരു തെറ്റ് ചെയ്താലോ, വ്യഭിചരിച്ചു എന്നറിഞ്ഞാലോ ഭയങ്കര വിവാദമായി പോയി, വമ്പിച്ച പ്രശ്നമായി പോയി. ഓനെ ദുനിയാവിന് ഒരു കൊമ്പത്തും ജീവിക്കാൻ അനുവദിക്കൂല. നേരെ മറിച്ചോൻ പിന്നെ ആർട്ട് ഓഫ് ലിവിംഗ് പോയി ചേർന്ന് പറഞ്ഞാലോ, പുട്ടപ്പർത്തിയിൽ രവിശങ്കറിനെ പോയി കാല് നക്കി നിർന്നാലോ, അമൃതപുരി പോയിട്ട് പെണ്ണിന്റെ കാല് നക്കി നിർന്നാലോ, അതൊക്കെ ഇന്നത്തെ ലോകത്ത് ഒരാവശ്യമുള്ള കാര്യമല്ലേ എന്ന് വിലയിരുത്തുന്നവർ, അല്ലേ അല്ലേ അല്ലേ? അപ്പൊ ഷിർക്കിന് ഒരു ഗൗരവവും ഇല്ല. അങ്ങനെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത്, ഇന്നത്തെ നമ്മളിൽ പോലും പലരും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, അല്ലേ? വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം നിങ്ങൾ ഗൗരവമായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുക.